വർഷങ്ങളായി ടിവിയിലും പത്രത്തിലുമെല്ലാം സ്വർണമാണ് താരം. സ്വർണപ്പാളി വിവാദം, സ്വർണമോഷണം, സ്വർണ കള്ളക്കടത്ത്, സ്വർണവില വർധനവ്, അങ്ങനെ സ്വർണവില റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ്. 2025 ഒക്ടോബറിൽ മാത്രം 50% വരെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ആരാണ് സ്വർണവില നിശ്ചയിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്? സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഇന്ത്യയിലെ പ്രാദേശിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിലവിലെ വിലക്കയറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ദി ഒപ്പീനിയൻ. ലെറ്റ്സ് ബി ഇൻഫോംഡ് ബിഫോർ വി ഡിബേറ്റ്. ആരാണ് സ്വർണവില നിശ്ചയിക്കുന്നത്? സ്വർണവില ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക വ്യക്തി നിശ്ചയിക്കുന്നതല്ല, മറിച്ച് വിപണിയിലെ വാണിജ്യ ഇടപാടുകൾ വഴിയാണ് വില രൂപപ്പെടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ന്യൂയോർക്കിലുള്ള കമോഡിറ്റി എക്സ്ചേഞ്ച് അഥവാ കോമെക്സ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ ഫ്യൂച്ചേഴ്സ് വിപണിയാണിത്. CME ഗ്ലോബെക്സ് പ്ലാറ്റ്ഫോമിൽ ഫ്യൂച്ചർ കോൺട്രാക്ട് വ്യാപാരത്തിലൂടെ വില നിശ്ചയിക്കപ്പെടുന്നു. മറ്റൊന്നാണ് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ അഥവാ LBMA. LBMA ഗോൾഡ് പ്രൈസ് എന്നത് ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന ബെഞ്ച്മാർക്ക് വിലയാണ്. പ്രധാന ബാങ്കുകളും ബുള്ളിയൻ ഡീലർമാരും പങ്കെടുക്കുന്ന ഇലക്ട്രോണിക് ലേലത്തിലൂടെയാണ് ഇത് നിശ്ചയിക്കുന്നത്. മറ്റൊന്നാണ് സ്പോട്ട് പ്രൈസ് അഥവാ സ്പോട്ട് വില. സ്വർണം ഉടൻ കൈമാറുന്നതിനുള്ള നിലവിലെ വിപണി വിലയാണിത്. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് ഭൗതിക ആഗോള അസ്ഥിരതകൾ, സ്വർണപ്പെരുപ്പ പ്രതീക്ഷകൾ, ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നിവ ഇതിനെ സ്വാധീനിക്കുന്നു. ഇനി ഇന്ത്യയിൽ സ്വർണവില എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നതെന്ന് നോക്കാം. ഇന്ത്യ സ്വർണവില സ്വതന്ത്രമായി നിശ്ചയിക്കുന്നില്ല, മറിച്ച് ആഗോള വില അടിസ്ഥാനമാക്കി പ്രാദേശിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വില രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സ്വർണത്തിന്റെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നത് LBMA അല്ലെങ്കിൽ കോമെക്സ് വില US ഡോളറിൽ നിന്ന് USD INR എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ച് രൂപയിലേക്ക് മാറ്റുന്നത് വഴിയാണ്. ഈ അടിസ്ഥാന വിലയോട് ഇമ്പോർട്ട് ടാക്സ് അഥവാ ഇറക്കുമതി തീരുവയും GSTയും എല്ലാം ചേർത്താണ് ഫൈനൽ റേറ്റ് രൂപപ്പെടുന്നത്. ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവല്ലേഴ്സ് അസോസിയേഷൻ IBJA പോലുള്ള സംഘടനകൾ ദൈനംദിന വില പ്രസിദ്ധീകരിക്കുന്നു. പ്രാദേശിക ഡിമാൻഡ്, ലോജിസ്റ്റിക് ചെലവ് എന്നിവ മൂലം നഗരങ്ങൾക്കിടയിൽ വിലവ്യത്യാസവും ഉണ്ടാകും. ഇന്ത്യൻ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് അഥവാ IIBX എന്നത് ഇറക്കുമതി പ്രക്രിയ ലളിതമാക്കാനും വിലയുടെ സുതാര്യത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട പുതിയ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ ഒരു ബൾക്ക് ഇമ്പോർട്ടർ ആയതിനാൽ നല്ല വില ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആഗോള സാമ്പത്തിക പ്രവണതകളും പ്രാദേശിക നയങ്ങളും ചേർന്നാണ് സ്വർണത്തിന്റെ വില രൂപപ്പെടുന്നത്. ഇന്ത്യയിൽ ആഗോള ബെഞ്ച്മാർക്ക് വിലയെ അടിസ്ഥാനമാക്കി നികുതികളും ഇറക്കുമതി ചെലവുകളും ചേർത്ത് പ്രാദേശിക വില രൂപപ്പെടുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്? സ്വർണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിലാണ് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അഥവാ രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾ. യുദ്ധങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക വിപണികളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. അപ്പോൾ നിക്ഷേപകർ അപകട സാധ്യതയുള്ള ആസ്തികളിൽ നിന്ന് സ്വർണത്തിലേക്ക് മാറുന്നു. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില ഉയർത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഇക്കണോമിക് അൺസർട്ടനിറ്റി അഥവാ സാമ്പത്തിക അനിശ്ചിതത്വമാണ്. ആഗോള സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ, മാന്ദ്യത്തെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഭയം ഉൾപ്പെടെ നിക്ഷേപകരെ സ്വർണത്തിന്റെ റിലേറ്റീവ് സേഫ്റ്റി തേടാൻ പ്രേരിപ്പിക്കുന്നു. ഈ പ്രവണത കഴിഞ്ഞ മാസങ്ങളിൽ വളരെ ശക്തമായിരുന്നു. ഇത് വിലവർദ്ധനവിന് കാരണമായി. മറ്റൊന്നാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. പണപ്പെരുപ്പം കറൻസിയുടെ വില കുറയ്ക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സമ്പാദ്യം സംരക്ഷിക്കാനുള്ള ബെറ്ററായ ഓപ്ഷൻ സ്വർണമാണ്. പണപ്പെരുപ്പത്തിന്റെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണത്തിന്റെ മൂല്യത്തകർച്ചയിൽ നിന്ന് രക്ഷ നേടാൻ കൂടുതൽ നിക്ഷേപകർ സ്വർണം വാങ്ങുന്നു. ഇത് വില കൂടുതൽ ഉയർത്തുന്നു. ഇനിയൊന്ന് സെൻട്രൽ ബാങ്ക് പോളിസീസ് ആണ്, അതായത് വിവിധ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കിന്റെ നയങ്ങൾ. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നു.
ഇതും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടുന്നു. ഇതുകൂടാതെ കുറഞ്ഞ പലിശ നിരക്കുകളും സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കൂടുന്നതും ആകർഷകമായ ഒരു നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഇതും സ്വർണ്ണവില വർദ്ധിപ്പിക്കുന്നു. കറൻസി ഫ്ലക്ച്വേഷൻസ് അഥവാ കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. സ്വർണ്ണവില ഡോളറിലാണ് നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡോളറിന്റെ മൂല്യത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ആഗോളതലത്തിൽ സ്വർണ്ണവിലയിൽ വ്യതിയാനങ്ങളുണ്ടാക്കും. US ഡോളർ ദുർബലമാകുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സ്വർണത്തിന് വില വർദ്ധിക്കുന്നു. ഇത് ഡിമാൻഡും കൂട്ടുന്നു, വിലയും വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു ഘടകം മാർക്കറ്റ് ഡൈനാമിക്സ് അഥവാ വിപണിയിലെ ചലനങ്ങളാണ്. ഓരോ രാജ്യത്തും ഉത്സവ സീസണുകളിൽ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും അതുമൂലം വില കൂടുകയും ചെയ്യും. പ്രാദേശിക ഡിമാൻഡും ആഗോള വിപണി പ്രവണതകളും ചേർന്ന് സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിക്കുന്നു. മറ്റൊരു ഘടകം സ്പെക്യുലേറ്റീവ് ബൈയിങ് ആണ്. വിപണിയിൽ അനിശ്ചിതത്വം ഉണ്ടാവുന്ന സമയങ്ങളിൽ നിക്ഷേപകർ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കും എന്നൂഹിച്ച് അഥവാ പ്രതീക്ഷിച്ച് സ്വർണം വാങ്ങിക്കൂട്ടും. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില വർധനവിന് കാരണമാകുകയും ചെയ്യും. ഇങ്ങനെ വില വർധനവിന്റെ ഒരു സെൽഫ് റീഇൻഫോഴ്സിംഗ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ആഗോളതലത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഇന്ത്യയിലെ പ്രാദേശിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ സ്വർണ്ണവില രാജ്യത്തെ വിപണിയെയും മറ്റ് സാഹചര്യങ്ങളെയും അനുസരിച്ചാണ് നിശ്ചയിക്കപ്പെടുന്നത്. ഇതിലേറ്റവും പ്രധാനമാണ് ഉത്സവ വിവാഹ സീസണുകളിലെ ഡിമാൻഡ്. ദസറ, ദീപാവലി, വിവാഹ സീസൺ എന്നിവ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വരുന്നതിനാൽ ആഭരണമായും നിക്ഷേപമായും ഉള്ള സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഈ സീസണൽ ഡിമാൻഡ് കാരണം വിലയും വർദ്ധിക്കുന്നു. അടുത്തത് രൂപ ഡോളർ വിനിമയ നിരക്കാണ്. ആഗോള സ്വർണ്ണവില ഡോളറിലാണ് നിശ്ചയിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയ്ക്ക് മൂല്യത്തകർച്ച അഥവാ വിലയിടിവ് ഉണ്ടാകുമ്പോൾ ഇറക്കുമതി ചെലവ് കൂടും. അതുകൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില സ്റ്റേബിൾ ആയാലും ഇന്ത്യൻ വിപണിയിൽ വില വർദ്ധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഇമ്പോർട്ട് ടാക്സ് അഥവാ ഇറക്കുമതി നികുതിയും മറ്റ് നികുതികളുമാണ്. ഇന്ത്യയിലെ സ്വർണ്ണവില വരുന്നത് ഇമ്പോർട്ട് ടാക്സും GST ഉൾപ്പെടെയുള്ള നികുതികളും ചേർത്താണ്. അതുകൊണ്ട് തന്നെ ഈ നികുതികളിലെ ഏറ്റക്കുറച്ചിലുകൾ സ്വർണ്ണവിലയെയും കാര്യമായി ബാധിക്കും. നിലവിലെ വിലക്കയറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ കാര്യമാണിത്. കാരണം അനിശ്ചിതത്വമുള്ള സമയങ്ങളിൽ ഉയർന്ന വരുമാനം നൽകുന്ന ആസ്തിയായി സ്വർണം മാറുന്നു. ഉപഭോക്താക്കളെ സംബന്ധിച്ചാകട്ടെ ഇതൊരു പ്രതികൂല സാഹചര്യമാണ്. ആഭരണങ്ങളുടെയും മറ്റും വില വർദ്ധിക്കും, വാങ്ങാൻ ബുദ്ധിമുട്ടാകും. വില ഉയരുന്നത് പുതിയ സ്വർണ്ണാഭരണങ്ങൾക്കുള്ള ഡിമാൻഡ് കുറയ്ക്കും. പക്ഷേ പഴയ സ്വർണം മാറ്റിയെടുക്കൽ വർദ്ധിച്ചേക്കാം. സ്വർണ്ണവില വർധനവ് ട്രേഡ് ബാലൻസിനെയും ബാധിക്കുന്നു. വില ഉയരുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുന്നു. കൂടുതലായുള്ള ഇറക്കുമതി കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് അഥവാ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും അത് രാജ്യത്തെ ഫോറക്സ് റിസർവ്സ് അഥവാ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന് സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്യും. മറ്റൊന്ന് ഇൻഫ്ലേറ്ററി പ്രഷറാണ്. സ്വർണത്തിന്റെ വിലയും സ്വർണ്ണാഭരണങ്ങളുടെ ഉൽപാദന ചെലവും കൂടുന്നതിനാൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയും ഉയരും, പ്രത്യേകിച്ച് വിവാഹ ഉത്സവ സീസണുകളിൽ. അതുകൊണ്ട് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് അഥവാ പണപ്പെരുപ്പ സാധ്യതകൾക്ക് ഈ വിലക്കയറ്റം ആക്കം കൂട്ടും. ഇനി സേവിങ്സ് അഥവാ നിക്ഷേപത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ചില നിക്ഷേപകർ ഇക്വിറ്റികളിൽ നിന്നും സ്വർണത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് ആഗോള സാമ്പത്തിക വളർച്ചയെ കുറയ്ക്കാം. സ്വർണ്ണാഭരണങ്ങൾക്ക് ഡിമാൻഡ് കുറയാം. പക്ഷേ ഗോൾഡ് ബാർസ്, നാണയങ്ങൾ, ETF-കൾ തുടങ്ങിയവയ്ക്ക് ഡിമാൻഡ് കൂടാം. സ്വർണ്ണ വായ്പാ വിപണിയിലും ഇത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. വില ഉയരുന്നത് ബാധ്യതയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ ചെറിയ സ്വർണം കൊണ്ടുതന്നെ വലിയ വായ്പകൾ ലഭ്യമാകുന്നു. ഇത് നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനികളുടെ സ്വർണ്ണ വായ്പാ ആവശ്യങ്ങൾ കൂട്ടാൻ സാധ്യതയുണ്ട്. ഇനി ടെക്നോളജി മേഖലയുടെ കാര്യമെടുത്താൽ ഗോൾഡ് മെറ്റൽ ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് ഉൽപാദന ചെലവ് കൂടും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്ട്സിനും വില വർദ്ധിക്കും. ചുരുക്കി പറഞ്ഞാൽ സ്വർണ്ണവിലയുടെ വർധനവ് ഇന്ത്യയുടെ സാമ്പത്തിക നിലയിലും ഉപഭോഗ രീതികളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിക്ഷേപകരും ഉപഭോക്താക്കളും വളരെ സൂക്ഷിച്ച് തീരുമാനമെടുക്കേണ്ട സമയമാണിത്. സ്വർണം വെറുമൊരു ലോഹമോ ആഭരണമോ അല്ല, മറിച്ച് സുരക്ഷയും പ്രതീക്ഷയും കൂടിയാണ്. വില ഉയരുന്നത് വെല്ലുവിളിയാണെങ്കിലും
സ്വർണം ഇന്നും നമ്മൾ മലയാളികളുടെ സംസ്കാരത്തിന്റെയും സമ്പാദ്യത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുക, വിപണി പ്രവണതകൾ നിരീക്ഷിക്കുക, സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.